അസ്സലാമലൈക്കും. ഹായ് ഗേസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് നമ്മൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇന്ന് നമ്മൾ കൂന്തൽ എങ്ങനെ ഫ്രൈ ചെയ്യാമെന്നുള്ള വീഡിയോസ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. എല്ലാ മുത്തുമണികളും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പം നമ്മൾ ഫ്രൈ ആക്കിയ വീഡിയോ നിങ്ങൾ കാണണം, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ആയിരുന്നു ഹായ് അസ്സലാമലൈക്കും. അതെ ഇപ്പം കട്ടക്കും വീഡിയോ. അസ്സലാമലൈക്കും. അക്കും സുഖാണ് വെച്ചേക്ക. എല്ലാവരും ചായ കുടിച്ചോ? ഞങ്ങൾ ചായ കുടിക്കുന്ന സമയം ചായ കുടിക്കാതെ വേഗം ഞാൻ എന്താ പറയുക ഇത് റെഡിയാക്കാനും തീരുമാനത്തിലായിരുന്നു. കാരണം കുട്ടി ഉണർന്നാലും ഒന്നും അയക്കില്ലല്ലോ. അപ്പോൾ ഇതിനോട് ഉണർന്നാണ് ഗേസ് ഫുഡൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണാം. അപ്പോൾ ഗേസ് ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. ഫേസ്ബുക്കിൽ എല്ലാവരും ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. മുത്തുമണികളെ പ്ലീസ് എല്ലാവരും സപ്പോർട്ടും ആവട്ടെ നമുക്ക്. ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ടും നമുക്ക് വേണം കേട്ടോ. ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂന്തൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഫ്രൈ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ ക്ലീനൊക്കെ ആക്കാൻ നിൽക്കുകയാണ് ഗേസ്. എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ ഗേസ് ഇതാണ് നമ്മളെ കൂന്തൽ ഫ്രഷ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടോ. കൂന്തലിൻ്റെ വലിപ്പം കണ്ടോളൂ. നിൽക്കുകയാണ് കൂന്തൽ നന്നാക്കുന്നത്. ഞാൻ കൂന്തൽ നന്നാക്കൂല, ഞാൻ കറി ഉണ്ടാക്കും. കട്ട തിളപ്പിക്കുന്ന സാധനങ്ങൾ നിൽക്കുകയാണ് കൂന്തൽ നന്നാക്കുന്നതൊക്കെ ഗേസ്. എനിക്ക് കൂന്തൽ നന്നാക്കി പരിചയമില്ല. ഇതാണ് കൂന്തൽ നന്നാക്കിയത്. സാധനം എടുക്കൂല, അതിൻ്റെ ഉള്ളത്തെ ഇപ്പം വലിച്ച സാധനം വലിച്ചിട്ടില്ലേ കുറേത്തിൽ. ഗേസ് അപ്പം നമ്മൾ കൂന്തൽ ക്ലീൻ ആക്കുന്നത് കണ്ടില്ലേ. ഒരുവിധ ആൾക്കാർ എടുക്കും, ആരും കളയാറില്ല. ഇത് വലിയൊരു സുഖമില്ല കളയണത്. ചില ആളുകൾ ഉള്ളത് ഇതേപോലെ അത് പറിച്ചിട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് വെച്ചിട്ട് എടുക്കുന്നവരുണ്ട്. പക്ഷേ ശരിക്കും വൃത്തിയാക്കണം, ഇതിൻ്റെ ഇതിൽ കിട്ടുള്ളൂ.
ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസായില്ല. ഇന്നലെ ഉച്ചയ്ക്ക് വരുമ്പോൾ വാങ്ങിയത്. അതിൻ്റെ ഫസ്റ്റ് ഏതാ കൈകളായിട്ടോ ഭക്ഷ്യാണ് കഴുകിയിട്ട് കൊടുക്കണേ. വലിക്കണോക്കട്ടെ. അതിൻ്റെ ഉള്ളിലുണ്ടോ? ഇല്ല. കൂന്തൽ നന്നാക്കാൻ അറിയാത്ത ആളുകൾക്ക് കൂന്തൽ നന്നാക്കാൻ അറിയാത്ത ആളുകളൊക്കെ അത് കണ്ടുപിടിക്കട്ടോ. ഫസ്റ്റ് ഞാൻ പഠിക്കട്ടെ, ഞാൻ അറിയില്ല. ക്ലീനാക്കാൻ പോവാണ്. ക്ലീനാക്കി ഞാൻ കഴുകി വൃത്തിയാക്കട്ടെ കേട്ടോ. കൂന്തലൊക്കെ നന്നാക്കി നല്ല വൃത്തിയായി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ട് കുക്കർക്കിടുക. കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഫ്രൈ ആക്കാനാണ്. മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ചിട്ടിട്ട് വേവിക്കുക. ഇതാണ് നമ്മളുണ്ടാക്കിയ. ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മാത്രം തുറക്കാം. കുറച്ചുപ്പിട്ടാൽ പറഞ്ഞത് കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ? കുറച്ച് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ 2-3 കൂക്കിയാൽ നല്ലോണം വെന്ത് വരും കേട്ടോ. ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളി, 3 തക്കാളി, 2 സവോള, ഇഞ്ചി, പച്ചമുളക് കേട്ടോ. ഇതൊന്ന് ശരിയാക്കട്ടെ. സവോളൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു സവോള ഒന്ന് നമ്മൾ കൂന്തലും ഫ്രൈ ആക്കാൻ പോകുന്നു കേട്ടോ. പിന്നെന്താ നിങ്ങളൊക്കെ വർത്തമാനങ്ങളൊക്കെ സുഖമാണോ? എല്ലാ വിശേഷങ്ങളും കമൻറ്റിൽ നമുക്ക് മുത്തുമണികളെ. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ള് കാണൊക്കെ വേണം. അങ്ങനെ ഇക്ക ജോലിക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കില്ല. ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാണ് വീട്ടിലെ ജോലി എടുക്കാൻ. പൊറാട്ടല്ലോണ്ട് ചായക്കടി ഒന്നും വേണ്ട. നമ്മൾ സമയം 7:45 8 മണി കൂടി ആയില്ല. പിന്നെ ഞാൻ കറി ഉണ്ടാക്കുന്നത് കായ് കഴിഞ്ഞാൽ സമാധാനം. ഞങ്ങൾക്ക് നോക്കണ്ടല്ലോ 8 മണികളെ. നിങ്ങളെങ്ങനെയാണ് കൂന്തൽ കെട്ടി എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കും, മറ്റേ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഒന്ന് വിടണേ. കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. എനിക്ക് ഇങ്ങനെ അറിയുമ്പോഴുള്ള എക്സ്പീരിയൻസ്. ഒറ്റ കൂടെ നമുക്ക് കഴിയില്ല. തക്കാളി എടുത്ത്
പച്ചമുളക് നമ്മൾ ഫ്രിഡ്ജിൽ ഇതൊക്കെ വെക്കുമ്പോൾ കൈക്ക് തുടച്ചിട്ടാട്ടോ ഫ്രിഡ്ജിൽ വെക്കൽ. അത് നമ്മളൊന്ന് ഉപയോഗിക്കുമ്പോൾ ഒന്ന് കഴുകണമല്ലോ അല്ലേ. തക്കാളി കഴുകി ഒന്ന് ഉണങ്ങിയ തുടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അതേപോലെ പച്ചമുളക് ഒന്ന് കഴുകി തുടക്കും. നമുക്ക് ഉള്ളി അരിഞ്ഞ് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി 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 ഞാൻ തക്കാളിന് ഇത് കളയിട്ടോ. അത് നമ്മൾ എടുക്കാറില്ല. പിന്നെ കൂന്തളിന് നല്ല വേഗമല്ലേ, നല്ല വേഗമുണ്ട്. കൈ കൊടുത്ത് തക്കാളി അരിഞ്ഞ് റെഡി ആയിട്ടോ. ഇഞ്ചി നമ്മൾ ചതച്ചിട്ടത്. അതായത് ഇഞ്ചി നമ്മൾ ചതച്ചത്. ഗ്യാസ് വെളുത്തുള്ളിൻ്റെ തൊലി ഞാൻ കളയാറില്ല. ഏതിലും വെളുത്തുള്ളിൻ്റെ തൊലി അത് രണ്ട് സൈഡും ഇങ്ങനെ ഫസ്റ്റത്തെ തൊലി മാത്രം കളയും. ഇങ്ങനെ ഇല്ലാക്കാറ്. ഇതാണ് ഞാൻ വെളുത്തുള്ളി ചേർത്ത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കലാണ് കേട്ടോ. വെളുത്തുള്ളിൻ്റെ മേൽഭാഗം മാത്രം ചെയ്യുക. ചിക്കനൊക്കെ വെക്കുമ്പോഴും ബീഫ് വെക്കുമ്പോഴൊക്കെ ഈ തൊലി നല്ല ടേസ്റ്റ്. ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഗ്യാസിൽ ചതക്കട്ടെ. അപ്പോൾ ഗ്യാസ് നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിൻ്റെ കൂട്ടത്തിലിട്ട് കേട്ടോ. ഇതാണ് നമ്മളതിന് സവോള അടുത്തത് നമുക്ക് സെറ്റ് എടുത്തിട്ടൊക്കെ ഫ്രഷാക്കാം മീൻ. ഇല്ല, നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയില്ലേ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ.
പച്ചമുളക് അരിഞ്ഞ് വെച്ചതാണ്. ഇതാണ് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇതാണ് ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇരുമ്പിൽ ചക്കയത്. ഇത് കറിക്ക് മുന്നിൽ ഇലക്ക് പിന്നില്ലേ കറി വയ്ക്കുന്നത്. ഇത് നമ്മൾ ചട്ടിയിൽ എണ്ണ വയ്ക്കാൻ ടൈമായി. ചട്ടിയിൽ ഓയിൽ വയ്ക്കാണ്, ഫ്രൈ ചെയ്യാനുള്ളതുകൊണ്ട് ഓയിൽ ഒഴിച്ചു. നമ്മളെ കൂന്തൽ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മസാല കൂട്ടി പൊരിക്കണം. മുളകും മഞ്ഞളും കൂട്ടിക്കൊണ്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടണം. ഇതൊന്ന് കുഴച്ച് നമുക്ക് സാധാ നമ്മൾ പൊരിക്കണ മാതിരി പൊരിക്കാം കേട്ടോ. അപ്പം നമ്മൾ കൂന്തൽ ഇതാ ഫ്രൈ പൊരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉലുവ, തീ കത്തിക്കാൻ മറന്നു പോയി ഗൈസ്. അതാണ് കത്തിക്കുന്നത്. ഫ്രൈ ആക്കി വെച്ച് നല്ല ചൂടുണ്ട്. പിന്നെ ഇതാക്കി ഇടാനുള്ളത് തക്കാളി, സവോള, പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്നത്. നമ്മുടെ മസാല ഫ്രൈ ആക്കാനുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. ഉള്ളിക്ക് ആ എണ്ണയൊക്കെ ആ പൊരിച്ച എണ്ണയൊക്കെ ഇട്ടിട്ടത് പൊരിച്ച എണ്ണയിൽ ഇട്ടിട്ടേ കളറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊരിച്ച എണ്ണ കുറച്ചുപ്പ്, നല്ലോണം വാടി വെച്ചിട്ട്. പിന്നെ നമ്മളതിൽ തക്കാളി, ആ പച്ചമുളക്, മറ്റേ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഗേസിനോട് പറയാൻ മറന്നു പോയിട്ടോ. മോള് ഉണർന്നപ്പോൾ എടുക്കാൻ വേണ്ടി പോയതാണ്. ഗേസ് നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമ്മളതിൽ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ആകുമ്പോൾ നമ്മൾ മറ്റേ നെയ്യിലൊക്കെ ഇട്ടൊന്നും അങ്ങനെ കുറച്ച് എരി വേണമല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വലിയ ജീരകം. ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും. ചെറിയമാളയെന്നാണ് വിളിക്കുന്നത് ഗെയ്സ്. തന്നെ എൻ്റെ മോള് ചെറിയമാളയെന്നാണ് വിളിക്കുക. ക്യാമറ കണ്ടില്ലേ ഗെയ്സ്, നോക്കണ്ട. നമുക്ക് സ്റ്റാൻഡൊക്കെ വാങ്ങി സെറ്റാക്കണ്ടേ. പറയൂ, ഇതൊക്കെ ശരിയായി വന്നു. കളയുമല്ലേ കൊണ്ടേ തയ്ച്ചുവാ. ഓയ് ചെറിയമാളേന്നാണ് എൻ്റെ മോൾ എന്നെ വിളിക്കാറ് കേട്ടോ. ഗേസ് കേട്ടോളൂ എല്ലാവരും. നമ്മളിതിങ്ങനെ വാടി വെച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ വാടി വന്ന് നമ്മൾ പൊടിച്ച് വെച്ച് കൂന്തളയിലിട്ടു. എന്നെ ഇളക്കി
പൊരിച്ച് വെച്ച കൂന്തളയിലിട്ടു. കുറച്ച് വെള്ളം ഇട്ടു. എന്താ പറയുക, കുറച്ച് കഴിക്കണേ നമ്മൾ ലൂസായിട്ടാണ്. ഇതാണ് നമുക്ക് നമ്മളെ ഫ്രൈ ഉണ്ടാക്കും. വെള്ളം വെച്ചാൽ ഒന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും. മറ്റേ ഇങ്ങനൊരു തിളച്ചാൽ നമുക്ക് ഓഫാക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈ റെഡി ആയിട്ടോ. കൂന്തളിൻ്റെ അതിൽ മല്ലിച്ചപ്പൊക്കെ ഇട്ടു. നമ്മളെ കറി റെഡി ആയിട്ട് ഗൈസ്. സൂപ്പറായി നമ്മൾ കറി ഇട്ടോ. ഐശുമ ദാ അവിടെ നിൽക്കുന്നു. ഹായ് പറഞ്ഞ ഐശു. ഹായ് ഗേസ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയി വരാം.